ഇപ്പോൾ +2 മാത്സിലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഓണോ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എക്സാമിങ് വെദർ ദി ഫംഗ്ഷൻ നമുക്കൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് 1 ആണോ ഓൺ ടു ആണോ ഒബ്ജക്റ്റീവ് ആണോ എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് 1 ആണോ എന്ന് കൊടുക്കാം. ഇതെന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നത്, f(x) = 3 + 4x ഇത് 1-ൻ്റെ 2-ൻ്റെ ടേമിലേക്ക് കൊടുക്കുന്നു. ആൻഡ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ആയി കഴിയുമ്പോൾ നമുക്ക് x1 = x2 എന്ന് കിടക്കുമ്പോൾ നമുക്ക് എന്താണ്, ദാറ്റ് ഈസ് 1 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ 1 എന്ന് നമുക്ക് കിട്ടും. വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഓൺ ടു ആണോ എന്നത് അതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, f(x) = 3 + 4x നമ്മളങ്ങനെ വൈഡ് ടേമിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും, f ഓൺ ടു ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1 ആണ്, അതുപോലെ ഓൺ ടു ആണ്. അപ്പോൾ ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച് വെച്ചിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യനാണ് ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് വെച്ചാൽ π/6 ആണ്. ഇനി മൂന്നാമത്തെ ഫൈൻഡ് ദി വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് sin 30 π/4. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -π/4 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വാല്യൂസിനൊക്കെ ചേഞ്ച് ചെയ്ത് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന മെത്തേഡ് എന്താ പഠിച്ചിരുന്നിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡിൽ. നമുക്കിങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, നമ്മൾ അതിൽ ആദ്യം എയുടെ ഫോമിലും ബിയുടെ ഫോമിലും എക്സിൻ്റെ ഫോമിലും എഴുതുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിറ്റർമിൻ കണ്ടുപിടിക്കുക. എയുടെ ഡിറ്റർമിൻ നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്തു, ഒരു വാല്യൂ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കോ ഫാക്ടർ കണ്ടുപിടിക്കുക. ആ കോ ഫാക്ടറിനെ നമ്മൾ നേരെ തിരിച്ചിരിക്കുക, നമുക്ക് അഡ്ജോയിൻ്റ് എ കിട്ടുന്നു. ഇപ്പോൾ തന്നെ 3 സ്റ്റെപ്പായി. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ അഡ്ജോയിൻ്റ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് എ. അപ്പോൾ അഡ്ജോയിൻ്റ് എ കിട്ടി, ഇതിനെ ബൈ ഡിറ്റർമിനൻറ്റ് ചെയ്യുക, നമുക്കൊരു വാല്യൂ കിട്ടും. പിന്നെ നമുക്ക് എന്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ ആൻസർ കിട്ടും. അപ്പം 4 സ്റ്റെപ്പേ ഉള്ളൂ. ആ സ്റ്റെപ്പ് ശരിക്കും കാണാതെ പഠിച്ചാൽ മതി. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അടുത്തതാണ് എക്സ്പ്രസ് ദി മെട്രിക്സ് എ ഇൻ ദി ഫോം ഓഫ് എ സിമെട്രിക് ആൻഡ് ക്യൂ സിമെട്രിക്. അപ്പോൾ അതും ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എനെ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ എ എഴുതുക, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ആദ്യം a+a ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നു, a-a ട്രാൻസ്പോസ് ഇക്വേഷൻ എഴുതുക. ആൻഡ് അതിൻ്റെ നമുക്ക് കണ്ടുപിടിച്ചതിൻ്റെ പാതി ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചിട്ടേ പോകാവുള്ളൂ.